ഇതിൻ്റെ അടുത്ത് ചെന്ന് പോയിട്ടോ, അബദ്ധം കൊണ്ട് പറ്റിയത്, അങ്ങ് കണക്കാക്കരുത്, വിഡ്ഢിത്തം പറ്റിയതാണ്, ക്ഷമിക്കണം എന്ന് പറയാനുള്ള മര്യാദ ഉണ്ടെങ്കിൽ അദ്ദേഹം മോശക്കാരനല്ല, യോഗ്യനാണ്. എല്ലാവർക്കും ഇത് പറ്റില്ല. എന്ത് പറ്റില്ല? ഇപ്പം തെറ്റാർക്കെങ്കിലൊക്കെ മനുഷ്യന്മാരല്ലേ, അബദ്ധത്തിൽ പറ്റിയെന്നൊക്കെ വരും. പറ്റിയിച്ചാൽ നമ്മൾ വലിയ കടുംപിടുത്തത്തിൽ നിൽക്കണതല്ല. ഈ മഹിമ എന്ന് പറയുന്നത് തെറ്റാണ്, അത് അദ്ദേഹത്തെ വേദനിപ്പിച്ചു എന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? ആരോടായാലും ഒരു മഹിമയാണ്. അത്തരക്കാരെ നമ്മൾ നിന്ദിക്കുകയോ ബഹുമാനിക്കുകയോ? ഒരാളൊരബദ്ധം പറ്റിയിട്ട് നമ്മളടുത്ത് വന്നിട്ട് പിറ്റേന്നാൾ അത് വന്നലുണ്ടായി ഒന്നും തോന്നരുത്. എനിക്ക് എന്താ ശല്യ, ആ സമയത്ത് ഒരു പ്രാന്ത് കയറി ഒരു അന്തല്യായി ഞാൻ അങ്ങോട്ട് പറഞ്ഞു, അങ്ങൊന്നും തോന്നി കണക്കാക്കരുത് കേട്ടോ. അതൊക്കെ അന്തല്യായി പറഞ്ഞാൽ എനിക്ക് കൂട്ടാവ് കിട്ടോ, ക്ഷമിക്കണം അങ്ങൻ്റെ ആ വാക്ക് എന്ന് പറഞ്ഞാൽ ഇന്നലെ ആ വേദനിച്ച ആൾക്ക് ഇന്ന് എന്ത് തോന്നും? ഒരാശ്വാസം തോന്നില്ലേ? ഈ പറഞ്ഞ ആളോട് വിരോധമോ പകയോ തോന്നുമോ? പിന്നെ തോന്നാൻ വഴിയുണ്ടോ? അങ്ങനെ തോന്നിയാൽ പിന്നെ മറ്റവന് മോശക്കാരനാണ്. എന്താ കാരണം? അത്രയ്ക്ക് സംസ്കാരമുള്ളവനൊന്നും കൂട്ടണം. ഇതൊക്കെ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മൃഗം അല്ല. അപ്പം അതുകൊണ്ട് എന്താവണം? ഇങ്ങനെയൊക്കെ ചില ഇല്ലെങ്കിലും തെറ്റിയതും തിരുത്തിയതും നേരെയാക്കിയതൊക്കെ ആയിട്ടാണ് മനുഷ്യന്മാരെങ്ങോട്ട് പോണത്, മുമ്പിലേക്ക് പോണത്. അല്ലാതെ എല്ലാം തികഞ്ഞ് ശില്പം ഉണ്ടാക്കണ മാതിരി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ശില്പി ഉണ്ടാക്കി കൊണ്ടുവന്ന് വെക്കണ മാതിരി ഇങ്ങനെ ഉണ്ടാക്കണതാണോ മനുഷ്യത്വം എന്ന് പറയുന്നത്? അല്ല. അതൊക്കെ നമ്മളിങ്ങനെ പഠിച്ചും മനസ്സിലാക്കിയും തിരുത്തിയും ഇപ്പോൾ കുറേ പഠിക്കുമ്പോൾ നമുക്ക് കുറേ തെറ്റ് തിരുത്താൻ പറ്റും. പിന്നെയും കുറേ മനസ്സിലാക്കി, അയ്യോ അത് തെറ്റിയ ഞാൻ അത്രയും കാലം തിരുമേനി ഇങ്ങനെ ഇരുന്നു, ഓ ആ ശരി ഇനി ഇല്ല കേട്ടോ, തിരുത്തി കണ്ടോ. അപ്പം അത് കേട്ടപ്പോൾ അത് തിരുത്തി നേരെ. ഇങ്ങനെ ഓരോ ഘട്ടത്തിൽ ഓരോന്നും നമ്മൾ എന്ത് ചെയ്യും? തിരുത്തും. അങ്ങനെയാണ് നമ്മൾ മനുഷ്യത്വം കൂടി 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 മഹായോഗ്യന്മാരാവുക. എന്നാലും ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അത് വലിയ കാര്യം ഇതൊന്നും ആവില്ല. പ്രധാന ഇതൊക്കെ തിരുത്തി നേരെയാക്കി. അതുകൊണ്ടാണ് നമ്മൾ ഈ രാമായണവും ഭാരതവും ഭാഗവതവും പുസ്തകങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ പഠിക്കുന്നത്. എന്തിനാണെന്നറിയോ? ഇങ്ങനെയൊക്കെ അവനവനെ പരിഷ്കരിച്ച് നേരെയാക്കണം, നാട്ടുകാരെ നന്നാക്കാനല്ല. എന്തിനല്ല? നാട്ടുകാരെ മയക്ക് വെച്ച് കൂവി നന്നാക്കാനല്ല നമ്മൾ ഇതിനൊക്കെ പുറപ്പെടുന്നത്, അവനവനെ പരിഷ്കരിക്കുക. അപ്പം നമ്മൾ കേൾക്കണ ശാസ്ത്രങ്ങളൊക്കെ കേൾക്കുമ്പം നമ്മൾ ഹൃദയം കൊണ്ട് എന്ത് തീരുമാനിക്കണം എന്നറിയൂ? എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ അപ്പം അത് തിരുത്തണം. ഏത് നമ്മൾ മറ്റേ ഉള്ളിലാണ് വേണ്ടത്, ഉള്ളിലാണ് അതിൻ്റെ വ്യവഹാരം നടക്കേണ്ടത്. പുറത്തേക്കൊന്നും ആരോടും പറയണ്ട. ഇപ്പം നമുക്ക് എന്തെങ്കിലും അന്തല്യായി ഉണ്ടെങ്കിലും കേമത്തുണ്ടെങ്കിലും നാട്ടുകാരെക്കാളും നല്ലോണം നിശ്ചയം ഉണ്ടാവേണ്ടത് ആർക്കാണ്? നമുക്കല്ലേ ഇഷ്ടം ഉണ്ടാവേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ ഇങ്ങനൊരു വരും ഉണ്ട്, എനിക്കുണ്ട്, കണ്ടിട്ടില്ലേ? അപ്പോൾ നമ്മളെ തിരുത്തി പുറപ്പെട്ടാൽ പിന്നീട് നമുക്കത് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാം. ഇല്ലെങ്കിൽ പറ്റില്ല. പണ്ടൊരു അമ്മ ഒരു സന്യാസിയുടെ അടുത്തേക്ക് വന്നു. സ്വാമിയാരെ, വലിയ മഹാകേമൻ സ്വാമിയാണ്. സ്വാമിയോട് പറഞ്ഞു, സ്വാമിയെ എന്താ കുട്ടിയെ ചോദിച്ചു. ഒരു 5-6 വയസ്സിലൊരു കുട്ടിയുണ്ട് കൂടെ, ചെറിയ കുട്ടിയുണ്ട്. അപ്പം പറഞ്ഞു, ഇത് സ്വാമി ശർക്കര തിന്നതിന് തന്നെ ഇത്രയേ തിന്നെന്നറിയോ? ശർക്കര ഇങ്ങനെ തിന്നും. സ്വാമി ഒന്ന് ഉപദേശിക്കണം, ഞാൻ പറഞ്ഞിട്ടത് കേൾക്കണില്ല. ആരും സ്വാമി ഒന്ന് ഉപദേശിക്കണം പറഞ്ഞു. സ്വാമി പറഞ്ഞു, ഒരു 4 മാസം കഴിഞ്ഞിട്ട് ഒരു ഡേറ്റ് കൊടുത്തു. PMക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല. ഇതിപ്പോൾ ഒരു തവണ അവിടേക്ക് പറഞ്ഞെങ്കിൽ എന്നെ വണ്ടിക്കൂലി നേരെ എത്ര വേണം? ഇനിയിപ്പോൾ ഈ ഒരു നിസ്സാര കാര്യം പറയാനേ എന്തേ പറയണ്ടോ? ഉണ്ണിയെ ഇങ്ങനെ ശർക്കര തിന്നരുത് എന്നൊരു വാചകം പറയാനാണ് ഇനി വണ്ടിക്കൂലി ജാതിയൊക്കെ കൊടുക്കും വേണം. ഇത്രയും വല്ലാത്ത എന്ത് ആര് ചിന്തിച്ചു? കൂട്ടറെ അമ്മേ എന്താ സ്വാമിയല്ലേ, അപ്പം പിന്നെ ധിക്കാരൊന്നും പറഞ്ഞില്ല. മകനെയും കുട്ടി ഇങ്ങോട്ട് പോകുന്നു. 6 മാസം കഴിഞ്ഞ് പറഞ്ഞ ദിവസം ചെന്നു. എവിടേക്ക്? സ്വാമിയാരുടെ അടുത്ത് ചെന്നു. സ്വാമിയെ എന്താവോ, ഞാൻ പണ്ട് വന്നില്ലേ ഇവിടേക്ക് ശർക്കര? ശർക്കരയാണല്ലേ ചോദിച്ചാൽ. അതെ, ശർക്കര കാര്യം പറഞ്ഞു വന്നയാൾ. ഉവ്വ മകൻ വന്നിട്ടുണ്ട്. ഉണ്ട്. ഉണ്ണിയെ ഒന്ന് ഇങ്ങോട്ട് വരൂ. ഉണ്ണി ചെന്നു. സ്വാമി പറഞ്ഞു, പുറത്ത് തലോടിയിട്ട്, ഉണ്ണിയെ ശർക്കര ഇങ്ങനെ തിന്നരുത്, എപ്പോഴെങ്കിലുമൊക്കെ ലേശാവാം, പതിവായിട്ട് തിന്നരുത് കേട്ടോ, നല്ലതല്ല എന്നും പറഞ്ഞു. കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞു. അപ്പം മകൻ കുട്ടി അങ്ങോട്ട് പുറത്തേക്ക് പോയപ്പോൾ ഈ അമ്മ ചോദിച്ചു, സ്വാമിയാരെ ഇത് കഴിഞ്ഞവണ പറഞ്ഞാൽ മതിയായിരുന്നു, വണ്ടിക്കൂലി എത്ര ലാഭമുണ്ട്? എന്താ ഇപ്പോൾ ബസ്സിനൊക്കെ കൂലി? ഗ്യാസിൻ്റെ കുറ്റിക്കൊക്കെ എന്താ വില? ആലോചിച്ച് നോക്കിക്കൂടെ, ഒന്നും ആലോചിച്ച് പറഞ്ഞോടെ, എന്താ ചോദിച്ചു. അപ്പോൾ സ്വാമി പറഞ്ഞു, അന്ന് ഞാനത് പറഞ്ഞാൽ നേരെയാവില്ലേ? എന്താ അങ്ങനെ ചോദിച്ചു. എനിക്കുണ്ടായിരുന്നു ഇതിലേറെ വയ്യായ എന്ത്? ഇത് ഇടയ്ക്കിടയ്ക്ക് ശർക്കരയില്ലേ തിന്നെ, ഞാൻ ഇത് മടിയിൽ വെച്ചിട്ടാണ് കൊണ്ടുവന്നിരുന്നത്. എന്ത് ഭരണി രണ്ട് കൈയിട്ട്. അപ്പം എനിക്കിങ്ങനത്തെ ഒരു തണ്ണുണ്ടേ. അപ്പം അത് പറ്റുമോ പറ്റില്ലേ എന്ന് നോക്കണമല്ലോ. ഇത് ശർക്കര കഴിക്കാണ്ട് ജീവിക്കാൻ പറ്റുമോ പറ്റില്ലേ എന്ന് എനിക്കൊരു ബോധ്യം വന്നാലല്ലേ എന്നോട് പറയാൻ വയ്ക്കൂ. അപ്പം അത് ഞാനൊരു 6 മാസമെങ്കിലും
നോക്കണമല്ലോ പറ്റുമോ പറ്റില്ലേ എന്ന്. അപ്പം അതുകൊണ്ട് അത് നോക്കാൻ വെച്ചതാണ്. എന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ അന്ന് നോക്കി പറ്റുമോ, അന്ന് തുടങ്ങിയതാണത്, നിർത്താൻ പറ്റുമെന്ന് നോക്കിയപ്പോൾ പറ്റണ്ട. 6 മാസമായിട്ട് ഇപ്പം ഞാൻ തിന്നിട്ടില്ല എന്നും പറഞ്ഞു. പൂവല്ലേ, അപ്പോളായി ഞാൻ കുട്ടിയോട് പറഞ്ഞതെന്നും പറഞ്ഞു. അപ്പം അമ്മയ്ക്ക് തോന്നി തരക്കാടില്ലേ നല്ല മാഷ. എന്ത് മാഷ? നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ, അവനവൻ്റെ പ്രവൃത്തിക്കനുസരിച്ച വാക്കിനെ വിലയുണ്ടാവുള്ളൂ. എന്താണ്? അവനവൻ്റെ പ്രവൃത്തിക്കനുസരിച്ച വാക്ക് അവനവൻ പറഞ്ഞാൽ അതിന് വിലയുണ്ടാവും. പ്രവൃത്തി ഇല്ലാതെ വലിയ വർത്തമാനമൊക്കെ പറയാൻ ആർക്കാ പറ്റാത്തത്? പറ്റായുണ്ടോ? വലിയ കേമായ കാര്യങ്ങളൊക്കെ ആർക്കും പറയാം. പക്ഷെ അതിലൊന്നും അതൊന്നും ഫലിക്കില്ല. നമ്മൾ പറയണത് വെറുതെ ഇങ്ങനെ പറഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് വലിയ ആളാന്ന് അടിക്കുക എന്നല്ലാതെ ഗുണമില്ല. ഒരാളുടെ ഉള്ളിൽ നമ്മൾ പറയുന്നത് ഉള്ളിലേക്ക് കയറണമെങ്കിൽ എന്ത് വേണം? അതുള്ള ആൾ പറഞ്ഞാലിനെ കയറുള്ളൂ. മനസ്സിലാവുണ്ടല്ലോ അല്ലേ? അപ്പം ഇവിടെ എന്താ ചോദിച്ചാൽ, ഈ നോക്കൂ ഓരോ സന്ദർഭങ്ങളാണേ. അപ്പം ഇവിടെ ഇപ്പം രാജാവിൻ്റെ കാര്യം, കൗസല്യ ഇങ്ങനെയൊക്കെ രാജാവിനോട് അഹിതമായിട്ട് ചിലത് പറഞ്ഞു പോയിച്ചാലും കൗസല്യ അതെന്ത് ചെയ്തു? പിൻവലിച്ച് തിരുത്തി. എന്നിട്ടാണ് രാജാവിനോട് പറഞ്ഞത്, രാജാവേ അങ്ങനെ കണക്കാക്കരുത്, ഞാൻ അങ്ങനെ പറഞ്ഞതൊന്നുമല്ല. എന്തുണ്ടായത്? സാ മൂർധനി ബദ്ധ്വാ രുദതീരാജ്ഞ നോക്കോ പത്മമിവഞ്ചലിം സംഭ്രമാൽ അബ്രവീൽ ത്രസ്താ ത്വരമാണ അക്ഷരം വജ. ഈ കൗസല്യ കൈ രണ്ടും കൂപ്പിയിട്ട് ഇങ്ങനെ താമരപ്പൂ പോലെ കൈ കൂപ്പി തൊഴുതട്ട മൂർധനി ബദ്ധ്വാ. മൂർധനി ബദ്ധ്വാ പറഞ്ഞ എന്താർത്ഥം? സാധാരണ നമ്മൾ തൊഴുകാൻ കൈ എവിടെ വയ്ക്കുക? കൈ എവിടെ വയ്ക്കുക? സാധാരണഗതിയിൽ നമ്മൾ തൊഴുകാൻ ആരെങ്കിലും വരുന്നത് കണ്ടാൽ നമ്മൾ ഇങ്ങനെ, അപ്പം നമുക്ക് തോന്നി ഇതെന്തോ വയ്യായുള്ളതാണ്. എന്ത്? സാമാന്യഗതിയിൽ കൈ എവിടെ വയ്ക്കുക? ഇവിടെയല്ലേ വയ്ക്കുക. ഒരാളെ കണ്ടാൽ തൊഴുകാനും എന്തെങ്കിലും നമസ്കാരം പറയാനും കൈ ഇവിടെ വയ്ക്കുക. എന്നാൽ നമ്മൾ വല്ല തിരക്കൊക്കെ ഉള്ള അമ്പലത്തിൽ പോയിട്ട് കഷ്ടത്തിലായിട്ട് 9 മണിക്കൂർ വരിക്ക നിന്ന് ഒരു രൂപമായി, മുട്ടൽ ചെണ്ട പോലെയായി, എല്ലാം കോൺക്രീറ്റ് ഇട്ട മാതിരിയായ സമയത്ത് അമ്പലത്തിന് നടുക്ക് എത്തിയിട്ട് നമ്മൾ ആ നടകം ഇങ്ങോട്ട് തുറന്നിട്ട് അങ്ങോട്ട് തൊഴുക. എങ്ങനെയാണ് തൊഴുക? അപ്പോൾ അങ്ങനെ തൊഴുവോ? എന്തൊഴിയും? അപ്പം നമ്മുടെ കൈയൊക്കെ അതെന്താ കാരണം? ആ ഭക്തിയുടെ തീവ്രതയും ആധിക്യം അറിയാതെ പുറത്തേക്ക് വരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? കൈ മൂർധാവി. സാമാന്യ നിലയിൽ എന്തുണ്ടാവില്ല? അങ്ങനെ വരില്ല. അങ്ങനെ വരണമെന്നല്ല, ഇത് കൈ നമ്മളെ മൂർധാവിക്ക് കൊണ്ടുവരുന്നത് നമ്മളെങ്ങനെ 3ാം ക്ലാസ്സിലെ കമലാക്ഷമ്മ ടീച്ചർ പഠിപ്പിച്ചിട്ടൊന്നുമല്ല. ആണോ? ആരെങ്കിലും ചൊല്ലി എഴുതി പഠിപ്പിച്ചുണ്ടാക്കിയതാണോ? അല്ലാതെ അറിയാതെ വരണേ ഒരു ഭാവമാണ്. ഇപ്പം ഈ കൗസല്യ കൈ മൂർധനിച്ചാർത്ഥത കൗസല്യ അറിയാതെ രാജാവിനോട് താൻ ചെയ്തത് ലേശം അബദ്ധമായിപ്പോയി എന്ന് തോന്നിയിട്ടുണ്ടായ വൈകാരികത കൊണ്ട് കൈ മൂർധാവിൽ കൂപ്പി ഭക്ത്യാധിക്യം രാജാവിനോട് കാണിക്കാനായിരിക്കുന്നു. തൊഴുതു. എന്നിട്ട് പറയുകയും ചെയ്തു, രാജാവേ അങ്ങനെ കണക്കാക്കരുത്. എന്താ വെച്ചോ? പ്രസീത ശിരസായാചേ ഭൂമൗ നിപതിതാസ്മിതേ യാചിതാസ്മി ഹതാ ദേവാ ക്ഷന്തവ്യാഹം നഹിത്വയാ. രാജാവേ നോക്കൂ, എന്ത് ചെയ്യും? ക്ഷന്തവ്യം പറഞ്ഞ് ക്ഷമിക്കണം. ഞാനീ പറഞ്ഞത് ഭൂമിയിൽ കുമ്പിട്ട് തൊഴുതും നമസ്കരിച്ചിട്ട് പറഞ്ഞു ക്ഷമിക്കണം. അതായത് എന്താണെന്നാണെങ്കിൽ നൈഷാഹി ശാസ്ത്രീ ഭവതി ശ്ലാഘനീയേന ധീമത. അതുകൊണ്ട് എന്താ ചോദിച്ചാൽ, ഈ ലോകത്തിൽ അങ്ങ് ഈ വിധത്തിൽ ഒരു സ്ത്രീ എന്നെപ്പോലെ ഇരുത്തി അങ്ങ് കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഗതിയിൽ പെട്ടുവോ? ഞാൻ കഷ്ടത്തിലായോളല്ലേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ഈ വിധമൊക്കെ പറഞ്ഞത്. ശോകോ നാശയതേ ധൈര്യം, ശോകോ നാശയതേ ശ്രുതം, ശോകോ നാശയതേ സർവം, നാസ്തി ശോകസമോരിപ്പോ. അതാണ് എന്താ വെച്ചാൽ, ഈ ദുഃഖം ഇങ്ങോട്ട് കലശലായിട്ട് വന്നപ്പോഴേ, നമുക്ക് കലശലായിട്ട് ദുഃഖം വന്നാൽ നമ്മൾക്കത് വലിയ ഒരു മൂഢത വരും. എന്ത് വരും? ഈ ശോകം അല്ലെങ്കിൽ ക്രോധം ഇതൊക്കെ വന്ന് നമ്മൾക്ക് അങ്ങോട്ട് ആവേശിച്ചാൽ എന്ത് വരും? ഒരു മൂഢത എന്നുവെച്ചാൽ എന്താ അർത്ഥം? പിന്നെ വേണ്ടത് തോന്നുക. ദുഃഖിച്ച് പരവശമായിട്ട് കിടക്കണ ഒരാൾക്ക് വേണ്ടത് തോന്നി. അതല്ലേ പല മരിച്ച വീട്ടിലൊക്കെ നമ്മൾ പോയാൽ അവിടെ ഉള്ളവരൊക്കെ ദുഃഖിച്ച് പരവശമായിട്ട് കിടക്കുമ്പം കാര്യങ്ങളൊക്കെ ആരാ നടത്തുക? അത്രയ്ക്ക് ദുഃഖമില്ലാത്ത അടുത്ത വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അല്ലേ കുടുംബത്തെ കാര്യങ്ങളൊക്കെ ആ വെള്ളം കൊടുക്കോ അല്ലെങ്കിൽ എടുക്കോ വെക്കുകയോ എന്നൊക്കെ അവർക്കൊന്നും ഒരു ബോധം ഉണ്ടാവില്ല. ആരാ വന്നത് പോയത് കേട്ടത് എടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് നിശ്ചയുണ്ടാവില്ല. നല്ല പഠിപ്പുള്ള കൂട്ടരാണെങ്കിലും എന്ത് തോന്നില്ല, ഒന്നും വേണ്ട മാതിരി ക്രമത്തിൽ തോന്നില്ല. എന്തൊക്കെയോ അങ്ങനെ അവിടെയും ഇവിടെയും
തോന്നും, ബുദ്ധി നേരെയാവില്ല. അപ്പോൾ ഒത്തിരി ബുദ്ധിക്ക് പ്രാപ്തിയുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ, അത്രയ്ക്ക് ദുഃഖം വന്ന് ആവേശിക്കാത്തവർ, അവരൊക്കെ ചെയ്യുക. അതുകൊണ്ടാണ് ശോകം വന്ന ഒന്നും ചെയ്യാൻ പറ്റില്ലേ നമുക്ക്. ആകെ നമ്മൾ മൂഢന്മാരായിട്ട് തീരും, ഉത്സാഹം പോവും, ചിന്തിക്കാനുള്ള കഴിവ് പോവും, പിന്നെ എന്താണ് വേണ്ട മാതിരി പ്രവർത്തിക്കാനുള്ള ഉത്സാഹം പോവും, ഒന്നും ഉണ്ടാവില്ല. ഈ എന്താ പറയുക, ഈ കത്തണ തീയിലേക്ക് വെള്ളം ഒഴിച്ച മാതിരിയാവും. കണ്ടിട്ടില്ലേ, നന്നായിട്ട് കത്തണ വിറകിൻ്റെ കൊള്ളിയൊക്കെ വെള്ളത്തിലേക്ക് എടുത്ത് മുക്കി വെച്ചാൽ എങ്ങനെയുണ്ടാവും? പിന്നെ അത് അന്നല്ല ഒരു കൊല്ലം തന്നെ കത്തില്ല. കണ്ടിട്ടില്ലേ, അത്ര നല്ല ഉണങ്ങിയ വിറകിൻ്റെ ഉള്ളിലും വെള്ളത്തിൽ മുക്കിയ മാതിരിയുള്ള മൂഢത വരും. അതാണ് എന്തിൻ്റെ പ്രത്യേകത, ഈ ശോകത്തിന്. അതാണ് അവിടെ പറഞ്ഞത്. എന്താ ശോകോ നാശയതേ ധൈര്യം. ധൈര്യം ചെന്താ അർത്ഥം എന്നറിയോ? ഉറപ്പ് എന്നർത്ഥം. ഈ പ്രതിസന്ധികൾ ഉണ്ടാവുമ്പം ചാഞ്ചല്യപ്പെടാത്തൊരു സ്ഥിതിയില്ലേ, ആ സ്ഥിതിക്കാൻ എന്താ പറയുക? ധൈര്യം എന്ന് പറയുക. അപ്പോൾ ശോകം ശോകം എന്നാൽ ധൈര്യം ഇങ്ങോട്ട് പോകും. ശോകോ നാശയതേ ശ്രുതം. ദുഃഖം ഇങ്ങോട്ട് കയറി വന്നാൽ വിവരം പോവും. ശ്രുതം വെച്ചാൽ പഠിപ്പ് പിന്നെ ചിലവാവില്ല. ശോകോ നാശയതേ സർവം. ദുഃഖം വന്ന് കയറിയാൽ എല്ലാം നശിക്കും. നാസ്തി ശോകസമോ അരിപ്പോ. അപ്പോൾ ദുഃഖം പോലത്തെ ഒരു ശത്രു നമുക്ക് വേറെ ഇല്ല. അതുകൊണ്ടാണ് ഉണ്ടായത് വനവാസ രാമസ്യ പഞ്ചരാത്രോ ഇതഗണ്യതേ യശോകഹർഷായ. പഞ്ചവരിഷോപം രാമൻ കാട്ടിക്ക് പോയിട്ട് ഇതിപ്പം 5ാമത്തെ രാത്രിയാണ്. എത്ര ദിവസമായി രാമൻ പോയിട്ട്? 5 ദിവസമായേ. 5ാമത്തെ രാത്രിയാണ്. അപ്പം അത് ഓരോ ദിവസവും എനിക്ക് ഓരോരോ നോക്കോ 5 കൊല്ലം ആയ മാതിരി അപ്പയ്ക്ക് തോന്നണത്. എന്ത് ദുഃഖം വരുമ്പം നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ, കാലം അങ്ങോട്ട് പോവില്ല. ദുഃഖിച്ചിരിക്കുമ്പം സമയം അങ്ങോട്ട് പോവില്ലല്ലോ, വല്ലേശം പോവില്ല. സന്തോഷിച്ചിരിക്കുമ്പോഴോ നമ്മൾ കണ്ടില്ലേ, നമ്മളിപ്പോൾ ഒരു നല്ല സന്തോഷമായിട്ടൊരു വിനോദയാത്രയ്ക്ക് അങ്ങോട്ട് പോയി. കുറച്ച് ആൾക്കാർ കൂടിയിട്ടേ വടക്കേല അമ്മുട്ടിയമ്മ, കല്യാണമ്മ, നാണയമ്മ, അച്ചുട്ടിയമ്മ, മളമ്മ, മാധവിയമ്മ, സരോജിനിയമ്മ, കമലാക്ഷിയമ്മ, പത്മാവതിയമ്മ, പോരെ കുറച്ച് ആൾക്കാരൊക്കെ ആയി. അത്രയൊക്കെ ആൾക്കാരായിട്ട് ഒന്നിച്ച് നമ്മൾ യാത്ര പോയി. 10-25 ദിവസത്തെ യാത്ര. അമ്പോ എന്താ അത്. യാത്രയൊക്കെ കഴിച്ച് തിരിച്ചു വരുന്ന സമയത്ത് അമ്മുട്ടിയമ്മ വരുന്ന വഴിക്ക് അങ്ങോട്ട് തിരിഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് പാർത്തവാൻപത്തി അങ്ങോട്ട് പോയി അമ്മുട്ടിയമ്മ ഇങ്ങോട്ട് പോയാൽ കമലാക്ഷിയമ്മയുടെയും വീടാണേ. അമ്മുട്ടിയമ്മ കമലാക്ഷിയമ്മോട് പറഞ്ഞു, അവൻ്റെ കമലാക്ഷിയമ്മേ, നമ്മൾ 25 ദിവസം ഇതാന്ന് പറഞ്ഞപ്പോഴേക്കേ പോയി. ഇതാന്നല്ല, നാട്ടിലെ നുണ മുഴുവൻ പറഞ്ഞിട്ട് രണ്ടാളും കൂടി. എന്നാലും ഇത്ര വേഗ സംഗതി പോണത്. എന്ത് പോണത്? എന്തുകൊണ്ടത് 25 ദിവസം പോയത് അറിഞ്ഞില്ല എന്ന്. എന്തുകൊണ്ടത്? മനസ്സ് നല്ല സന്തോഷമായിരുന്നേ. അതുകൊണ്ടാണ്. എന്നാൽ നമ്മൾ ആഫീസിലൊക്കെ പോയാലോ, രാവിലെ 10 മണിക്കാണ് ആഫീസ്, നമ്മൾ എത്തിയത് 11:15. തിരക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അങ്ങനെയാവും. ചെന്നാൽ അവിടെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ നോക്കുക, അയ്യോ പൊതി അഴിക്കാറയ്യോ. ഏത് പൊതി? ഏത്? ആ പൊതി ഉണ്ടല്ലോ, അതഴിക്കാറോ. അയ്യോ നേരെ പോണില്ല എന്നേ. എന്ത് 12:45 ആയിക്കട്ടണ്ടേ? ആവണില്ല. എന്നാൽ 25 ദിവസം ഇങ്ങനെയല്ലേ. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയൂ? ഈ മനസ്സിങ്ങോട്ട് സന്തോഷമായിട്ട് പുറപ്പെടുക വെച്ചാൽ സമയം ഇങ്ങോട്ട് പോണത് അറിയില്ല. മനസ്സിന് സ്വട്ടങ്ങോട്ട് സന്തോഷമില്ലാത്ത പണിക്ക് പുറപ്പെട്ടാൽ സമയം പോവില്ല. ഇങ്ങനെ അരിച്ചാ പോവുക. തോന്നിയിട്ടുണ്ടോ അങ്ങനെ? തോന്നും. അതെന്താ വെച്ചാൽ സമയത്തിൻ്റെ പോരായല്ല, നമ്മുടെ ഭാവം അങ്ങനെയാണ്. ഭാവമാണ് പ്രധാനം. അതുകൊണ്ട് ഇപ്പം എന്താ വെച്ചാൽ 5 കൊല്ലം പോലെയാണ് ഈ 5 ദിവസം തോന്നിയതല്ലോ എന്നും പറഞ്ഞിട്ട് സങ്കടപ്പെട്ടു. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് എന്താ ഉണ്ടായി ചോദിച്ചാൽ, രാജാവ് ദിവസം അങ്ങനെ പോവുക. ഇപ്പം 5 ദിവസം കഴിഞ്ഞല്ലോ, പിന്നെയും രാജാവ് ബോധം കെട്ട് വീഴുക, എണീക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഒന്നും കൂടി ബോധം കെട്ട് വീണു. പ്രതിബുദ്ധോ മുഹൂർത്തേന. പിന്നെ ആരോ വെള്ളം തളിച്ച് എഴുന്നേൽപ്പിച്ചു. അങ്ങനെ ഉണ്ടായി. അധരാജ ദശരഥ സചിന്താം അഭ്യപദ്യത. രാജാവ് എന്തോ ഒരു വലിയ ചിന്തയിൽ ചെന്ന് പെട്ട മാതിരി, എന്തോ ഒരു ചിന്തയിൽ പെട്ടിരിക്കുക. ആര്? ദശരഥൻ. അപ്പം എത്ര ദിവസമായി എന്നറിയോ? അതാ പറയുന്നത്. രാജാവും ഉണ്ട്, അടുത്ത ആരുണ്ട്? കൗസല്യ ഉണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സുമിത്ര ഉണ്ടാവും. ഇവർ രണ്ടാൾ ഏതാണ്ട് അനിയത്തിമാരുടെ മാതിരി ഒപ്പത്തിനൊപ്പം എപ്പോഴും ഉണ്ടാവും. അവർ രണ്ടാളും, സുമിത്രയും കൗസല്യം എന്തെങ്കിലും വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ അവർ രണ്ടാളും ഒപ്പം ഉണ്ടാവും. മറ്റേ ആൾ മാത്രമാണ് കുറച്ച് ദൂരെയൊക്കെ ആയിട്ടിരിക്കുക. ആര്? കൈകേയി പണ്ടേ ലേശം അങ്ങനെയാണല്ലോ, അതങ്ങനെ തന്നെയാണ്. അപ്പം ഇവിടെ എന്താ വെച്ചാൽ ഭാര്യനായിട്ട് രാജാവ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കൽ സരാജ്യ രജനീം ഷഷ്ഠീം രാമേ പ്രവ്രാജിതേ വനം. രാമൻ കാട്ടിലേക്ക് പോയതിൻ്റെ രജനീം ഷഷ്ഠീം. ഷഷ്ഠി 6ാമത്തെ രജനി പറഞ്ഞ രാത്രി. രാമൻ കാട്ടിലേക്ക് പോയിട്ട്
6 ദിവസം കഴിഞ്ഞ് 6ാമത്തെ ദിവസത്തെ രാത്രിയത്തെ കഥ ഇനി പറയുന്നുണ്ട്. ഇനി കഥ ഇനി വല്ലാണ്ട് പറയേണ്ടി വരില്ല, അവിടെ കൊണ്ട് പറഞ്ഞ് തീർക്കേണ്ട കഥയാണത്. എന്ത് പറയണേ, ആ 6ാമത്തെ ദിവസമായപ്പം രാജാവ് രാമനെക്കുറിച്ച് ഇങ്ങനെ, രാജാവ് ഇപ്പം ഇങ്ങനെ നിലവിളിക്കുക. എന്ത് ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ കരയും, ഇങ്ങനെ വിഷമിച്ച് നിലവിളിച്ചിരിക്കുകയാണ്. അർദ്ധരാത്രിയായി ഈ സമയം. അർദ്ധരാത്രി പറഞ്ഞാൽ ഏതാണ്ട് 12 മണി കഴിഞ്ഞ നേരമാണ്. അർദ്ധരാത്രി ആയപ്പം ദശരഥൻ ഉറക്കല്ല. രാജാവിന് ഉറക്കല്ലല്ലോ. രാജാവ് എന്ത് ചെയ്തു? സംസ്മരൻ ദുഷ്കൃതം കൃതം, പണ്ട് ചെയ്തൊരു സംഗതി ആലോചിച്ചിട്ട് ഇങ്ങനെ, ഇനിയിപ്പോൾ അതിൻ്റെയൊക്കെ കാലമായിരിക്കുമോ എന്ന് ചിന്തിച്ചിരിക്കുക രാജാവേ. എന്താണെന്ന് ആർക്കും അറിയില്ല. രാജാവ് എന്തോ ചിന്തയിലാണ്. രാജാവ് എന്ത് ചെയ്തു? കൗസല്യേ ആരെ വിളിച്ചു? കൗസല്യെ വിളിച്ചു. അപ്പം കൗസല്യ ചോദിച്ചു, എന്താ രാജാവേ? കൗസല്യേ ഒന്ന് ഇങ്ങോട്ട് നീങ്ങിയിരിക്കൂ താൻ. ആരോട്? കൗസല്യോട് പറഞ്ഞു അടുത്തേക്ക് നീങ്ങിയിരിക്കാൻ. കൗസല്യ അടുത്ത് ചേർന്നിരുന്നു. കൗസല്യാം പുത്രശോകാർത്താം ഇതം വചനമബ്രവീൽ. ഇത് നല്ലോണം ദുഃഖിക്കന്നെയാണ് കൗസല്യം. ആ കൗസല്യോട് രാജാവ് പറഞ്ഞു, എന്താ ഇഷ്ടമുണ്ടോ കൗസല്യേ, നമ്മൾ ചെയ്യണതിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കണത്. എന്താ ഇഷ്ടമുണ്ടോ? യത് ആചരതി കല്യാണി ശുഭം വാ യതി വാ അശുഭം തദേവ ലഭതേ ഭദ്രേ കർത്താ കർമ്മജമാത്മന. നല്ലത് ചെയ്താലും ചീത്തത്തം ചെയ്താലും അതിനനുസരിച്ചതൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും, സംശയമില്ല. ആര് പറഞ്ഞു? രാജാവ്. കൗസല്യയ്ക്ക് മനസ്സിലാവേണ്ടത് അദ്ദേഹം എന്താ ഉരുട്ടി ഉരുട്ടി കൊണ്ടുവരുന്നത് എന്ന്. രാജാവ് കാര്യമായിട്ട് എന്തോ പറയാൻ പുറപ്പെടുകയാണ്. ചോദിച്ചു, എന്താ രാജാവേ? ഇല്ലെങ്കിലും നമ്മൾ ചില കാലത്ത് അങ്ങനെയാണ് കുട്ടിയെ, ഗുരുലാഘവ അർത്ഥാനം, വലിപ്പച്ചെറുപ്പം നോക്കാതെ കാര്യങ്ങൾ ഓരോന്ന് അങ്ങോട്ട് ചെയ്യും. എന്താണ് ഗുരുലാഘവം അർത്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അർത്ഥം ഓരോ കാര്യങ്ങളുടെ വലിപ്പച്ചെറുപ്പം നോക്കാതെ നമ്മൾ അങ്ങോട്ട് ചെയ്യും. കർമ്മണം സുഖം ഒക്കെ നേരെ ആവണം, നന്നാവണം, സുഖമാവണം ചിട്ടാ ചെയ്യുക. എന്നിട്ട് എന്താ ഉണ്ടാവണത്? ദോഷം വായോ ന ജാനാതി. പക്ഷെ അതിൻ്റെ കൂടെ വരുന്ന ദോഷം അച്ഛാ നോക്കൂല്ല. നമ്മൾ വലിയ കേമ വെച്ചിട്ടാ പുറപ്പെടുക. സബാല ചോദിച്ച അജാതി കൂട്ടരെ ബാലിശന്മാരെന്നാ പറയുക, കുട്ടികളുടെ മട്ട ബുദ്ധി എന്നാ പറയുക. എന്താ വെച്ചോ ചിലരങ്ങനെ ഉണ്ടേ. കശ്ചിത് ആമ്രവണം ചിത്വ പലാശാംശ നിഷിഞ്ചതി. നല്ല മാന്തോപ്പ് ഉണ്ടായിരുന്നു, നല്ല ഈ പഴങ്ങളുണ്ടാവണ മാങ്ങ, നല്ല മധുരമുള്ള മാമ്പഴം ഉണ്ടാവണ മാന്തോപ്പ്. മാന്തോപ്പ് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? മാവിൻ്റെ തോട്ടം ഉണ്ടായിരുന്നു. അതങ്ങോട്ട് വെട്ടിയിട്ട് എന്ത് ചെയ്തു വെച്ചോ? പ്ലാശ് നട്ടുപിടിപ്പിച്ചു. എന്താ കാരണം? പ്ലാശിൻ്റെ പൂവ് വലിയ പൂവാണല്ലോ. ഇത് പ്ലാശിൻ്റെ പൂവ് ഒരു ത്രശയൊക്കെ ഉണ്ടാവും, വലിയ പൂവാണല്ലോ. അപ്പോൾ വലിയ പൂവ് ഉണ്ടാവുകൊണ്ട് വലിയ കായ ഉണ്ടാവും നിരീക്ഷിച്ചു. മാവിൻ്റെ പൂവാണെങ്കിൽ ഒത്തിരിയേ ഉള്ളൂ, അപ്പോൾ അത് കായ ചെറുതാവും എന്ന് വിചാരിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? മാന്തോട്ടം വെട്ടിയിട്ട് പ്ലാശ അങ്ങോട്ട് നട്ടി. പ്ലാശ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? പറമ്പിലൊക്കെ ഉണ്ടാവും, ചിലപ്പം പഴയ പറമ്പിലൊക്കെ ഉണ്ടാവും പ്ലാശ. അതിനിങ്ങനെ ഒരു വളഞ്ഞു കുത്തിയിട്ടൊരു പൂവും ഉണ്ടാവും. അത് നല്ല കാവി ചുമപ്പ് നിറ ഉണ്ടാവും ആ പൂവിന്. അതുകൊണ്ട് നല്ല മാലയൊക്കെ കെട്ടും, ഇങ്ങനെ വളച്ചു കുത്തി മാല കെട്ടിയാൽ നല്ല ഭംഗി ഉണ്ടാവും ചാർത്തിയാൽ. പ്ലാശിൻ്റെ പൂവ് ഒരു എന്താ അതിനെ പറയുന്നത്? കാവി ചുമപ്പ് നിറ ഉണ്ടാവും, അതിന് ഒരു വളവും ഉണ്ടാവും, ചെറിയ അറ്റം വളഞ്ഞിട്ട് നല്ല ഭംഗിയത് കാണാൻ. അപ്പോൾ ഈ പൂവിൻ്റെ നമ്മുടെ നാട്ടിലും ധാരാളം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഈ പഴയ പറമ്പ് അത് ഈ ചമത ഹോമത്തിന് ക്രിയയ്ക്ക് ഇതിനൊക്കെ എടുക്കുക. ഈ ഉത്തര ഭാരതത്തിലേക്ക്, അത് കേരളത്തിൻ്റെ പുറത്തേക്കൊക്കെ പോയാൽ ഈ പ്ലാശിൻ്റെ ഇലയുണ്ട്, അത് ഈർക്കിലോണ്ട് കൂട്ടി കുത്തിയിട്ടാണ് ആഹാരമൊക്കെ കഴിക്കാനുള്ള കിണ്ണമൊക്കെ ഉണ്ടാക്കുക. കേട്ടിട്ടുണ്ടോ? അത് നമ്മളിപ്പോൾ ഊണഴിക്കുക എന്തില്ല, നമ്മുടെ നാട്ടിലെ ഇലയിട്ട് ഉണ്ണ് വെച്ചാൽ എന്താ ഇല? ഇലയിൽ ഊണഴിക്കുക എന്ന് നമ്മൾ പറഞ്ഞാൽ നമുക്ക് ഏതാ ഇല? വാഴയുടെ ഇല വെട്ടി ഇട്ടിട്ടാണ് നമ്മൾ ഊണ് കഴിക്കുക. അങ്ങോട്ടൊക്കെ ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ വാഴയുടെ ഇലയൊക്കെ ഉണ്ടില്ല എന്നില്ല, ഉത്തരഭാരതത്തിലും വാഴയും ഇലയൊക്കെ ഉണ്ടില്ല എന്നില്ല. എന്നാൽ അവർ ഈ ഇലയെ ഇട്ട് ഊണ് കഴിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ഊണ് ഏതാ ഇലയെന്ന് അറിയുമോ? ഈ പ്ലാശിൻ്റെ ഇല ഉണ്ടാവുമല്ലോ. പ്ലാശിൻ്റെ ഇല പറഞ്ഞാൽ 3 ഇല കൂടിയിട്ടാണ് ഒരു തണ്ട് ഉണ്ടാവുക. 3 ഇല, 3 അങ്ങനെ അങ്ങനെ അങ്ങനെ. മുരിക്കിൻ്റെ ഇലയൊക്കെ കണ്ടിട്ടുണ്ടോ? ഞാൻ മുരിക്കിൻ്റെ ഇല പോലെ എന്ന് പറയാൻ വയ്യ, ഏതാണ്ട് അതാണ് ഭാഷ. അതിൻ്റെ ഒരു ആകൃതിയും പ്രകൃതിയും ഛായ എങ്ങനെയാണ്? 3 ഇലയുടെ വട്ടം പിടിച്ച ഇല ഉണ്ടാവും. എന്നിട്ട് ഈ ഇല പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഈർക്കില പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അതുകൊണ്ട് ഇങ്ങനെ കൂട്ടി വട്ടത്തിൽ ഒരു പാത്രം പോലെയാക്കും. അതിലാണ് ഊണഴിക്കുക. അവർ ഉത്തരേന്ത്യയിലൊക്കെ എങ്ങനെയാണ് ആഹാരമൊക്കെ കഴിക്കാനുള്ള പാത്രം ഉണ്ടാക്കുക, പാത്രമല്ല ഇല ഉണ്ടാക്കുക. എങ്ങനെയാണ്? നമ്മുടെ നാട്ടിലൊന്നും പതിവില്ല ഈ ഇല വെട്ടിയിട്ടല്ലേ. അപ്പോൾ ഇതൊക്കെ പ്ലാശിൻ്റെ ഇലയാണ്. ഉണങ്ങിയ ഇല ഉണക്കും, ആ പ്ലാശിൻ്റെ ഇല ഉപയോഗിക്കുക. ഉത്തരഭാരതത്തിലൊക്കെ ധാരാളം ഈ മരണ്ടേ. ഇപ്പോൾ റെയിലിൻ്റെ മുകളിൽ കൂടി നമ്മളങ്ങനെ പോണ സമയത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ വരിയായിട്ട് നിറയെ എന്തായിരിക്കും? ഈ പ്ലാശായിരിക്കും. ഈ നമ്മുടെ നാട്ടിലും ഉണ്ട് അതൊക്കെ. ചില അമ്പലങ്ങളിലൊക്കെ, പഴയ അമ്പലങ്ങൾ വലിയ മരം ഉണ്ടാവും, ചില പഴയ പറമ്പിലുണ്ടാവും.
അങ്ങനെയൊക്കെ ഉണ്ടാവും. പ്ലാശ എന്നതിൻ്റെ പേര്. പ്ലാശിന് ചമത എന്നും സമിത്ത് എന്നും പറയും. സമിത്ത് പറഞ്ഞാൽ ചമതയാണ്. പ്ലാശ എന്നും പറയും. പലാശം എന്നും പറയും. പലാശം വെച്ചാൽ പ്ലാശ തന്നെയാണ്. അതാണ്. അപ്പോൾ ഈ പ്ലാശിൻ്റെ പൂവ് കുറച്ച് വലിയ പൂവായതുകൊണ്ട് വലിയ പൂവ് വലിയ കായ ഉണ്ടാവുമല്ലോ എന്ന് നിരീക്ഷിച്ചിട്ട് അത് നട്ടു. മാവിൻ്റെ പൂവ് ഇട്ടില്ലേ, ചെറിയ പൂവായിരിക്കും. അപ്പോൾ കായയും അത്രയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് നിരീക്ഷിച്ചു. മാവൊക്കെ അങ്ങോട്ട് വെട്ടി എന്ത് നട്ടു? പ്ലാശ നട്ടു. ആ ജാതി വിഡ്ഢിത്തം കാണിച്ചോൻ്റെ മാതിരി അപ്പം എൻ്റെ കാര്യം. ആര് പറഞ്ഞു? പൂവിൻ്റെ വലിപ്പം കണ്ട് കായയുടെ വലിപ്പം ഊഹിച്ചിട്ട് മാവ് വെട്ടിയിട്ട് പ്ലാശ നട്ടോൻ്റെ അന്തല്യായ ഉണ്ടല്ലോ, അതാണ് അപ്പം കൗസല്യേ എൻ്റെ കാര്യം. ആര് പറഞ്ഞു? രാജാവ് പറയുക. എന്തിപ്പോൾ രാജാവ് സാഹിത്യമൊക്കെ പാതിരയ്ക്ക് പറഞ്ഞതെന്നൊന്നും ആർക്ക് മനസ്സിലാവണില്ല. കൗസല്യക്ക് ജാതി സാഹിത്യം ഉപമ ഉൽപ്രേക്ഷൻ രൂപകം ദീപകം അലങ്കാരമൊന്നും മനസ്സിലാവണില്ല. രാജാവ് പക്ഷേ രാജാവിന് അന്തല്യായി ആണെങ്കിലും രാജാവിന് പഴയ കാലമൊക്കെ നല്ല ഓർമ്മയുണ്ട്. ചിലതൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ വരികയാണേ. രാജാവ് ചിന്തിച്ചു, എന്താ അതൊക്കെ തന്നെയായിരിക്കും തൻ്റെ കാര്യം. ഈ ആമ്രം ചിത്വ കശ്ചിത് അമ്രവണം ചിത്വ പലാശംശ നിഷിഞ്ചതി പുഷ്പം ദൃഷ്ട ഫലേ ഗൃധ്നോ സശോചതി ഫലാഗമേ. പൂവിൻ്റെ വലിപ്പം കണ്ട് കായയ്ക്കും വലിപ്പം ഉണ്ടാവുമെന്ന് കൂട്ടിയിട്ട് ജാതി പണി ചെയ്ത് കൊടുക്കാൻ കായ കാണുമ്പോഴാണ് മനസ്സിലാവുക കഷ്ടമായി എന്ന്. എന്ത് പ്ലാശിൻ്റെ കായ എത്ര ഉണ്ടാവുക എന്നറിയൂ? പ്ലാശിൻ്റെ കായ എന്ന് പറഞ്ഞാൽ ഒരു പയറുമണിയുടെ എത്രയേ ഉണ്ടാവുള്ളൂ. മാവിൻ്റെ പൂവ് ഇത്രയുള്ളൂ. ചില മാവിൻ്റെ കായ എത്രയുണ്ടാവും? അത് മാവിൻ്റെ ജാതിക്ക് അനുസരിച്ചുണ്ടാവും. ചെറിയ നാട്ടുമാങ്ങ വെച്ചാൽ എത്രയും ഉണ്ടാവും, മറ്റേ ചന്ദ്രക്കാര മാങ്ങ വെച്ചാൽ എത്രയും ഉണ്ടാവും, വലിയ മൂവാണ്ടന വെച്ചാൽ എത്രയും ഉണ്ടാവും, ഞാൻ അതിലേറെ വലുത് ഉണ്ടാവും. ചക്കയോളം ഉണ്ടാവില്ല അല്ലേ? എന്തായാലും പല ജാതി വലിപ്പമുള്ള പല ജാതി സമ്പ്രദായത്തിലെ മാമ്പഴങ്ങളുടെ ജാതി ഉണ്ടല്ലേ, പല നാട്ടിൽ നിന്നും കൊണ്ടുപോകുന്നു, പേരൊക്കെ പറഞ്ഞ് നാട്ടണു, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് ഇപ്പം എൻ്റെ ഗതി പറയുക വെച്ചാൽ അവിജ്ഞായ ഫലം യോഹി കർമ്മ തും ഏവം അനുധാവതി. നമ്മൾ ഫലം എന്താ ഉണ്ടാവുക നിശ്ചയില്ലാതെ ഓരോന്ന് ചെയ്യും, കഷ്ടമായ ഫലം വന്നു കൂടും. അതുകൊണ്ട് ഇപ്പം ദുഃഖിക്കുകയെന്നേ ഉള്ളൂ. ഞാൻ അങ്ങനെയായിരുന്നു കൗസല്യെ അന്തല്യായ കാണിച്ചു കൂട്ടിയതേ, അതപ്പം ഉണ്ടായത്. അപ്പോൾ ചോദിച്ചു, എന്താ രാജാവേ അങ്ങ് പറയുന്നത്, എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. കൗസല്യക്ക് ഇപ്പം നല്ലോണം പറഞ്ഞാൽ തന്നെ മനസ്സിലാവാത്ത കാല. എന്ത് നേരാമണ്ണം പറഞ്ഞാൽ പോലും മനസ്സിലേക്ക് കയറി വരില്ല. എന്തുകൊണ്ട്? ഈ ദുഃഖവും ക്ലേശവും പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പം നല്ലതൊന്നും അല്ലല്ലോ നടക്കണത്. അതുകൊണ്ട് മനസ്സും സ്ഥിതിയൊന്നും നേരെയല്ല. എന്താ ഇപ്പം ഉണ്ടായത്? ഒന്നും പറയുക ശാലേ, ഞാൻ പറയാം. ഇപ്പോഴൊന്നല്ല, കുറേ മുമ്പുണ്ടായതാണേ. അന്ന് എന്താണെന്നാണെങ്കിൽ ഞാൻ ചെറുപ്പമാണെന്ന്, എനിക്ക് 10-16 വയസ്സൊക്കെ ഉള്ള കാലത്താണേ. അന്ന് എന്തുണ്ടായത്, ഞാനേ തത്ര വാഗുഷസിവ്യക്കഥ. ഞാൻ ഒരു ദിവസം രാജാവ് തൻ്റെ കഥകൾ പറഞ്ഞു തുടങ്ങി. ആ കാലത്ത് ഒരിക്കൽ ഞാൻ എന്താ വെച്ചാൽ അങ്ങോട്ട് ഈ പിന്നെ കൊട്ടാരത്തിൽ യുവരാജാവായിട്ട് കഴിയുന്ന കാല, 10-16 വയസ്സുള്ള കാലമാണേ. അന്ന് കഴിച്ചു കൂടുന്ന കാലത്ത് ഒരിക്കൽ ഇങ്ങനെ പോരുമ്പോൾ ഒരു കഥ എന്താ ഉണ്ടായെന്നാണെങ്കിൽ, ഞാനന്ന് വൈകുന്നേരം ആകുമ്പോൾ ഒരു ദിവസം ജിംനേഷ്യത്തിൽ നിന്ന് വരിക. ഇപ്പം മോട്ടോർ സൈക്കിൾ അവിടെ റോഡിൻ്റെ പക്കത്ത് നിർത്തി. എന്താ ജിംനേഷ്യം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇല്ല അല്ലേ? എന്നാൽ ഇനി സംസ്കൃതം പറയാം, ഇനി അത് തെറ്റിയെന്ന് വേണ്ട. വ്യായാമകൃതസങ്കല്പ പോരെ? എന്താ പറഞ്ഞത്? വ്യായാമകൃതസങ്കല്പ ആണ്. വ്യായാമകൃതസങ്കല്പ സരയൂ മന്യകാം നദീം. ഞാൻ വ്യായാമകൃതസങ്കല്പം. എന്താ വ്യായാമകൃതസങ്കല്പൻ? ബാക്കി അങ്ങോട്ട് പറഞ്ഞോളൂ. ഇപ്പം നമ്മൾ ജിംനേഷ്യം പറഞ്ഞാലോ തീർന്നോട്ടെ. ഹൈ, ചെറുപ്പകാലത്ത് അങ്ങനെ ഉണ്ടാവുമല്ലോ. ആ പ്രായത്തിൽ വ്യായാമം ചെയ്യണം എന്നൊക്കെ കണക്കാക്കിയിട്ട് വ്യായാമം ചെയ്യാനായിട്ട് ആ വ്യായാമശാലയിൽ ചെന്നിട്ട് ഉത്സാഹമൊക്കെ ചെയ്ത് അത് അവനവൻ്റെ കുടുംബത്ത് വന്നാലും ചെയ്യൂലേ. ഈ വ്യായാമം നല്ലോണം ചെയ്യണവരൊരു ഫോട്ടോ പിടിക്കുന്നത് അങ്ങനെ നിൽക്കുള്ളൂ. ഒന്ന് ശ്വാസം വിട്ട് നിൽക്കടോ, ആ വല്യമ്മ പേടിക്കും. ഏത് അങ്ങനത്തെ സമ്പ്രദായക്കാരെപ്പോഴും നിൽക്കുമ്പോൾ എങ്ങനെ നിൽക്കുള്ളൂ, ഇങ്ങനെ പഠിപ്പിച്ച് കടിക്കാൻ നിൽക്കണ മാതിരി. എങ്ങനെ പറഞ്ഞാലും നേരെ ചെറുപ്പക്കാർ കുട്ടികളുണ്ടല്ലോ ഇല്ലേ പോവാ. ഇതിനൊക്കെ പോയി ശീലമുള്ള കുട്ടികളെ എവിടെ നിർത്തിയാലും അവർ എനിക്ക് ഒരു ചെരിവും വളവും ഒരു ഉരുട്ടലും പിടിക്കലും ഇല്ലാണ്ട് അവർ നിൽക്കില്ല. നമ്മളൊക്കെ എവിടെയും ഫോട്ടം പിടിക്കാൻ നിന്നാലോ കുഴഞ്ഞ അടി കുത്തി ഇല്ലേ, നനഞ്ഞ മുണ്ട് പോലെ ഇങ്ങനെ, ശരിയല്ലേ? ഇത് ആ വ്യത്യാസമുണ്ട്. അപ്പം അതുപോലെ അന്ന് ഉശിരൽ നടക്കണ ഒരു കാല. ഏത് കാലം? ഉശിര പറഞ്ഞാൽ മനസ്സിലാവില്ല. 10-16 വയസ്സേ ഉള്ളൂ. അതിനനുസരിച്ച് വ്യായാമമൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഉത്സാഹിയായിട്ട് നടക്കണം. അങ്ങനെ ഇല്ല ചെറുപ്പക്കാർ കണ്ടില്ലേ, നല്ല ഉത്സാഹവും ഉണർവും നല്ല വ്യായാമമൊക്കെ ചെയ്ത് അതിനനുസരിച്ച് സമ്പ്രദായം ഇങ്ങനെയൊക്കെ നടക്കണു. മോശമായിട്ട് പറയല്ല. അങ്ങനത്തെ ഒരു പ്രായം, അങ്ങനത്തെ ഒരു കാലം എനിക്കുണ്ടായിരുന്നു. ആര് പറഞ്ഞു? ദശരഥൻ. നമ്മൾ ഈ പ്രായമായവരെ കാണുമ്പോൾ ഇവർ പണ്ട് എങ്ങനെയാണെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. എന്ത് നമ്മളിപ്പോൾ പ്രായമായ കാരണവന്മാരെയൊക്കെ കാണുമ്പോഴേ നമ്മൾ വിചാരിക്കും കാരണവന്മാരിത് പണ്ടേ, അവരുടെയൊക്കെ കുട്ടിക്കാലത്തെ കാര്യങ്ങളൊക്കെ കാണണം. കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോൾ. ഇങ്ങനത്തെ സുന്ദരന്മാരും സുന്ദരിമാരൊന്നും
ആ നാട്ടിലൊന്നും ഉണ്ടാവില്ല. ശരിയല്ലേ ഇത്? അങ്ങനെയൊക്കെ അവ എല്ലാവർക്കും ഉണ്ടാവും. ഈ ഒരു നല്ല മനോഹരമായ ഒരു കാലം ഉണ്ടാവുക, അത് എല്ലാവർക്കും ഉണ്ടാവും, ഒരാൾക്കൊന്നുമില്ല. അപ്പം ഇക്കും ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു കാലം. അന്ന് വ്യായാമ കൃതസങ്കല്പനായിട്ട് ഞാൻ എക്സസൈസൊക്കെ ചെയ്ത് നടക്കണ കാലത്ത് ഒരിക്കൽ സരയൂ മന്നുഗം നദി, സരയൂ നദിയുടെ കരയിൽ അങ്ങനെ നടക്കുമായിരുന്നു. അന്ന് ഞാനൊരു പ്രത്യേക എക്സസൈസ് പഠിച്ചിട്ടുണ്ട്. എന്താ വെച്ചിട്ടുണ്ടോ? അതായത് ശബ്ദവേദി അസ്ത്രം. എന്താ സാധനം? ശബ്ദവേദി. ശബ്ദവേദിയല്ല, ശബ്ദവേദി അസ്ത്രമാണ്. എന്ന് വെച്ചാൽ അർത്ഥം ശബ്ദം കേട്ടതിക്കലിക്ക് വേദനം, വേദിക്കുക എന്ന് പറഞ്ഞാൽ മുറിക്കുക എന്നർത്ഥം. ഈ ജാതകം നോക്കുന്നവർക്കൊക്കെ ഇഷ്ടമുണ്ടാവും. രജ്ജുവും വേദവും ഒന്നുമില്ല, ആവോ ഇല്ലാവോ ആയിക്കോട്ടെ, എന്തില്ല എന്ന് ആർക്കാ ഇഷ്ടമുള്ളത്? അങ്ങനെയൊക്കെ പറയുന്നതായിട്ടല്ലേ ഇല്ല പോവാ. അതൊക്കെ കല്യാണത്തിനൊക്കെ അന്വേഷിച്ച് നടക്കണമൊക്കെ ഇഷ്ടമുണ്ടാവും. ഈ ദോഷങ്ങളൊക്കെ അവർ വേദം, വേദിക്കുക പറഞ്ഞാൽ മുറിക്കുക എന്നർത്ഥം. ഇപ്പം ഇവിടെ ഇപ്പം എന്തേ പറഞ്ഞു ചോദിച്ചാൽ, ഞാൻ ഇങ്ങനെ ശബ്ദവേദി അസ്ത്രം പഠിച്ച് നടക്കണ കാലത്ത്, അതായത് എന്താ വെച്ചിട്ടുണ്ട്, ഇപ്പം നമ്മൾ അസ്ത്രം അയക്കുക, ഒരു വസ്തു അവിടെ നിൽക്കണോ എന്ന് കണ്ടിട്ട് ആ നിൽക്കണതിനെ കണ്ട് മനസ്സിലാക്കി ലക്ഷ്യം കണക്കാക്കിയിട്ട് അമ്പ അയച്ചിട്ടാണ് എന്ത് ചെയ്യണത്? അസ്ത്രം കൊള്ളിക്കുക. ഇത് കണ്ടിട്ടല്ല, കേട്ടിട്ട്. അതായത് ഒരു ശബ്ദം അവിടുന്ന് അങ്ങോട്ട് കേട്ടു, ആ കേട്ട ശബ്ദം ഇന്ന ദിക്കുന്നാണ് എന്ന് സൂക്ഷ്മമായിട്ട് നിർണയം ചെയ്യണം ആദ്യം. നമുക്കൊക്കെ പറ്റുമോ അത്? നമ്മളിപ്പോൾ വല്ല ദിക്കുന്ന ആരെങ്കിലും പറഞ്ഞാൽ ഇവിടുന്നേ ഇപ്പം കേട്ടതൊരൊച്ച, അല്ല ഇവിടുന്നല്ല, അവിടുന്നേ കേട്ടത് ഇവിടുന്നുമല്ല, ഞാൻ ഇവിടുന്നേ. അങ്ങനെ എല്ലാ പഞ്ചായത്തിലും നമ്മളിത് ചോദിച്ചാൽ നടക്കും. കേട്ടത് ഇവിടുന്നല്ല, അത് UK എന്നോ സ്കോട്ട്ലൻഡെന്നോ കേട്ടതാണ്, നമ്മൾ അറിയുന്നില്ല. അപ്പോൾ എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? നമ്മൾക്ക് അത്ര സൂക്ഷ്മത ഇല്ല എന്ന്. ശബ്ദം കേൾക്കുമ്പോൾ നമ്മളെന്താ ഉണ്ടല്ലേ, അതൊക്കെ ഒറ്റയ്ക്കൊക്കെ ഓരോ വലിയ വീട്ടിലൊക്കെ ഇറങ്ങി ഒറ്റയ്ക്ക് താമസിക്കണം. അപ്പം എന്തെങ്കിലും നിസാരായാലും മച്ചിങ്ങ മരമ്പിൻ്റെ മുകളിൽ എവിടെയെങ്കിലും ഓലയുടെ മടൽ എന്തെങ്കിലും വീണതാവും. നമ്മളെല്ലാ ദിക്കിലും നടന്ന് നോക്കി കള്ളനോ കള്ളൻ്റെ അനിയനോ ഇനി കള്ളൻ്റെ അച്ചോളുടെ മക്കളോ ആരെങ്കിലും വന്നോ എന്നൊക്കെ അറിയാനായിട്ട് സക്കാലിലെ ദിക്കിൽ എണ്ണി പെറുക്കി തെരഞ്ഞ് നടന്ന് കഷ്ടത്തിലായി ഒന്നും കാണാതെ പിറ്റേന്ന് വെളിച്ചായിട്ട് ഉച്ച തിരിഞ്ഞിട്ട് വടക്കേലെ നാരായണ നായരാ പറഞ്ഞത് ഓലയുടെ മടൽ വീണതാണ്. സൂക്ഷ്മത, അത് ഈ ശബ്ദ സൂക്ഷ്മത ചെവിയോണ്ട് പിടിച്ച് ശ്രദ്ധിക്കണം കേട്ടോ. പറയണതൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല. ശബ്ദം കേട്ടതിക്കുന്ന ഇത്രയ്ക്ക് കൃത്യമാണ് ആ സ്ഥാനം എന്ന കേട്ട ശബ്ദം കൊണ്ട് ചെവിയോണ്ട് മനസ്സിലാക്കിയെടുക്കൽ നല്ല കഴിവുള്ളവർക്കേ പറ്റുള്ളൂ. അപ്പം നമുക്കത് പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്നറിയോ? നമ്മളൊരു അലസമായ മട്ടിൽ കേട്ട് ശീലിച്ചതാ. എന്താണ് നമ്മൾ കേൾക്കണതൊക്കെ? എന്തെങ്കിലും കേൾക്കുമ്പോൾ ഒക്കെ അങ്ങനെയല്ലേ കുട്ടിക്കാലത്തെ അങ്ങനെ അമ്മ ഉണ്ണിയേ വിളിക്കുക, നമ്മൾ നടക്കും. കേൾക്കായി ഒന്നല്ല, കേൾക്കാണ്ട് ശീലിച്ച് ഇപ്പം ആര് പറഞ്ഞാലും ഒന്നും കേൾക്കണ്ടേ. അന്ന് തന്നെ കൃത്യമായിട്ട് അമ്മ ഞാൻ അവിടെ ഉണ്ട്, നിങ്ങളുടെ ഒരു ഉണ്ണി എന്താ, അങ്ങനെ ഒരു ജാഗ്രതയിൽ പഠിച്ചു വെച്ചാൽ ശബ്ദത്തിനൊക്കെ ഒരു വലിയും നിലയും ഉണ്ടാവുമായിരുന്നു. അങ്ങനെ നിലയും വലിയില്ലായി എന്താ വെച്ചാൽ നമ്മുടെ സൂക്ഷ്മത കണക്കാക്കായോണ്ടാണ് എന്തുണ്ടാവുന്നത് ഈ കിട്ടാൻ. അതിപ്പം ഏത് പ്രവൃത്തിക്കും പ്രധാനമായിട്ട് വേണ്ട ഒരു ഗുണമാണ് ഈ സൂക്ഷ്മത. സൂക്ഷ്മത ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റും. പഠിക്കണ കുട്ടിയാച്ചാൽ എന്തിൽ സൂക്ഷ്മത വേണം? പഠിക്കണ കാര്യത്തിലൊരു സൂക്ഷ്മഭാവം വേണം. പണിയെടുക്കണ ആളാണ്, എന്തെങ്കിലും പണിയെടുക്കണവരുണ്ടാവില്ലേ? അങ്ങനെ പണിയെടുക്കണവരാണ് വെച്ചാൽ എന്ത് വേണം? ആ പണിയിലൊരു സൂക്ഷ്മം. പെയിൻറ്റ് തേക്കണ ആളാണ്, എന്ത് വേണം? അയാളിങ്ങനെ പറഞ്ഞ പെയിൻറ്റ് തേച്ചാൽ കട്ടിലേതാ ജനാലേതാ ചുമരേതാന്നൊന്നും പിന്നെ മനസ്സിലാവുമോ? ഇല്ല. അപ്പം അയാൾക്ക് എന്ത് വേണം? നല്ല സൂക്ഷ്മത വേണം. അവർ പെയിൻറ്റ് തേക്കണം, നല്ല മിടുക്കന്മാർ പെയിൻറ്റ് തേച്ചാൽ ലവലേശം എവിടെ ആവില്ല, ആ ഉദ്ദേശിക്കാത്ത ദിക്കിൽ ആവില്ല. നമ്മളൊക്കെ തേച്ചാലോ നമ്മൾ തന്നെ കണ്ടാൽ മനസ്സിലാവില്ല. മുക്കാലും എവിടെ ഉണ്ടാവും? സൂക്ഷ്മത ഇല്ല. നമുക്ക് ആ പണിയിൽ എന്തില്ല? സൂക്ഷ്മത ഇല്ല. ആയതുകൊണ്ടാണ് അവർ നല്ലോണം പഠിച്ച സൂക്ഷ്മതയുള്ളവർ. അവർ നല്ല വൃത്തിയിൽ പണി ചെയ്യും. കണ്ടിട്ടില്ലേ? നിലത്തൊന്നും ഒരു തുള്ളി ഉണ്ടാവില്ല പെയിൻറ്റ് തേച്ചാൽ. നമ്മൾ തേച്ചാലോ ബക്കറ്റിലത്തെ മുക്കാലും ചമരമ്പിലുണ്ടാവില്ല, നിലത്തുണ്ടാവുകയും ചെയ്യും. എന്താ കാരണം? സൂക്ഷ്മതയില്ല. കുറ്റം പറയല്ല, നമ്മളതിൽ സൂക്ഷ്മത ഇല്ലാത്തവരാണ്. ആ പണിയിൽ നമ്മൾ ഇനി എന്തൊക്കെ പണിയിൽ ഏത് ജില്ലാ കളക്ടറായിട്ടും കാര്യമില്ല, ഇപ്പണിയിൽ നമ്മൾ മോശം. ഏത് പണിയിൽ? ശരിയല്ലേ? അപ്പോൾ ഓരോന്നിനും സൂക്ഷ്മത ഉണ്ടാവണം. ഇപ്പം ഈ അമ്പയക്കണ കാര്യം കണ്ണോണ്ട് കണ്ടയക്കുകയാണെങ്കിലും ചെവിയോണ്ട് കേട്ടയക്കുകയാണെങ്കിലും എന്തു വേണം? കൃത്യതയും സൂക്ഷ്മതയും. അങ്ങനെ ഞാൻ ഈ ശബ്ദവേദി അസ്ത്രം പഠിക്കണ കാലത്ത് ഒരു ദിവസം സരയൂ നദിയുടെ തീരത്തിൽ കൂടി ഇങ്ങനെ പോവുകയാണേ. അപ്പോൾ പോകുമ്പോഴാണ് സന്ധ്യ കഴിഞ്ഞപ്പോൾ ഇരുട്ടായിയേ. അപ്പോൾ ഞാനൊരു ശബ്ദം കേട്ടു, ഭം 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 എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത്? ആന തുമ്പിക്കൈകൊണ്ട് വെള്ളം ഇങ്ങനെ കോരി കുടിക്കണ ശബ്ദമാണ് എന്ന് നിരീക്ഷിച്ചു. അപ്പം നമ്മൾ പഠിച്ചതുണ്ടല്ലോ കയ്യിൽ, ഏത് വിദ്യയും പഠിക്കുമ്പോൾ നമുക്കത് പഠിക്കണ കാലത്ത് പ്രയോഗിക്കാൻ വലിയ ഉത്സാഹം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് പുറത്തേക്ക് എടുക്കില്ല.
എന്ത് വിദ്യ പഠിച്ചാലും നമുക്കത് പഠിക്കണ കാലത്ത് എന്ത് തോന്നും? വലിയ ഉത്സാഹം പ്രയോഗിക്കാൻ. അങ്ങനെ ഉണ്ടല്ലേ? അപ്പോൾ ഇത് പ്രയോഗിക്കാൻ എനിക്ക് എന്ത് തോന്നി? ഒരു ഉത്സാഹം തോന്നി. ഞാൻ എന്ത് ചെയ്തു? ആ ശബ്ദവേദി ഭം 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 എന്നുള്ള ശബ്ദം കേട്ട ദിക്കിലേക്ക് സൂക്ഷ്മം കണക്കാക്കി. രാത്രിയല്ലേ, സ്ഥലം മനസ്സിലാവണില്ല, ആനയാണെന്ന് കാണാനും ഇല്ല, എന്താണെന്ന് മനസ്സിലാവില്ല. പക്ഷെ ആന തന്നെയാണെന്ന് ശബ്ദം കൊണ്ട് തീരുമാനിച്ചു. അമ്പങ്ങടായി.